യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷനെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ കരുതന്നെ, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വരാമരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ദൈവം നമ്മെ വിടുവിച്ച് അതിശയമായി നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പൽക്കാലവും ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാക്കിയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതയ്ക്കകത്ത് യേശു കർത്താവിന്റെ നിറവ് വെളിപ്പെടും. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു പോരായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന ക്രിസ്തുവിന്റെ നിറവ് അതിലേക്ക് വ്യാപരിക്കുവാനിടയായിത്തീരും. ആ ക്രിസ്തുവിന്റെ നിറവ് നമ്മിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ ശൂന്യതകൾ മാറുവാൻ ഇടയായിത്തീരും. അതേ സ്തോത്ര. പരിമിതികൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. ഇല്ലായ്മകൾ മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഏത് മേഖലയ്ക്കകത്താണോ ജീവിതത്തിനകത്ത് ഒരു ശൂന്യത തോന്നുന്നത്, കുടുംബ ജീവിതത്തിനകത്താണോ, ആത്മീയ ജീവിതത്തിനകത്താണോ, ശുശ്രൂഷ മേഖലയിലാണോ, തലമുറയുടെ വിഷയത്തിനകത്താണോ, ഏത് മേഖലയ്ക്കകത്താണോ ഒരു നിറവ് വെളിപ്പെടേണ്ടത്, അതായത് ഒരു ശൂന്യത അനുഭവിക്കുന്നത്, ആ മേഖലയ്ക്കകത്തേക്ക് ഈ പകൽക്കാലം പ്രിയ ദൈവപൈതലേ യേശു കർത്താവിന്റെ നിറവ് നിറഞ്ഞു വരുവാനായിട്ട് ഇടയത്തിര. ചില ശൂന്യതകൾ മാറ്റപ്പെടുന്ന പകൽക്കാലമാക്കി ദൈവം അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷ ത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായം നമുക്ക് അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ശൂന്യമാക്കപ്പെട്ട പടകുമായി നിൽക്കുന്ന ശിമോൻ പത്രോസിനെ അവിടെ കാണുവാൻ സാധിക്കുന്നു. 1 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ സാധിക്കുന്നു. അവൻ ഗെന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കും. പുരുഷാര് ദൈവവചനം കേൾക്കേണ്ടതിനെ അവന് തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകിയായിരുന്നു. അപ്പൊ യേശു കർത്താവ് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നതായിട്ട് യേശു കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകിയായിരുന്നു. അപ്പൊ മീൻപിടുത്തക്കാർ വല ഇറങ്ങി കഴുകണമെങ്കിൽ അവരുടെ ജോലി പൂർത്തീകരിച്ച് അവരെ മടങ്ങിപ്പോകുന്ന ഒരു സമയത്തിലേക്കാണ് യേശു കർത്താവ് അവിടെ എത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കർത്താവ് കയറി എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടോ? നിന്റെ പടകിനകത്തേക്ക് കർത്താവ് കടന്നു വരും. നിന്റെ ശൂന്യത നിറയ്ക്കേണ്ടതിനായിട്ട്, നിന്റെ ഇല്ലായ്മ മാറ്റേണ്ടതിനായിട്ട്. അതെ, അവിടെ 2 പടകുണ്ട്. അതെ, മറ്റേ പടകിലല്ല കർത്താവ് കയറിയ. കർത്താവ് കണ്ടിട്ടുള്ള ശീമോൻ പടകിലേക്ക്, ഹല്ലേലൂയ, കർത്താവ് ആരുടെ പടകാണ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ച ആ പടകിലേക്ക് യേശു കർത്താവ് കയറുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കയറിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിക്കുവാനായിട്ട് തീർന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം സ്തോത്രം, നമ്മുടെ പടകിനകത്തേക്ക് യേശു കർത്താവ് കയറിയ യേശു കർത്താവിന്റെ ഇഷ്ടം ഉള്ളതിന് അനുസരിച്ച് നാം നമ്മുടെ പടകിനെ ചലിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്ന നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് കർത്താവ് പറയുന്ന അനുസരിച്ച്, കർത്താവിന്റെ റൂട്ട് അനുസരിച്ച് നമ്മുടെ പടകിനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം. ഇവിടെ അതാ കാണുവാൻ സാധിക്കുന്ന യേശു ആ പടകിൽ കയറിയിട്ട് കരയിൽ നിന്ന്
അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. നിന്റെ പടകിനകത്ത് കർത്താവിന് ഇരിക്കുവാൻ തക്കവണ നമ്മുടെ ജീവിതത്തെ, ആ ജീവിതമാകുന്ന പടകിനെ കർത്താവിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാക്കണം. നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ കാണും, നമ്മുടെ ഇഷ്ടങ്ങൾ കാണുമായിരിക്കാം. നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് പലപ്പോഴും ശൂന്യതകൾ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത്. പക്ഷെ അവിടെ നിന്ന് കർത്താവ് ആ ശൂന്യതയിൽ നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്, നീ സ്തോത്രം ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നിന്റെ പടകിനെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. കടന്നു വന്നിട്ട് യേശു കർത്താവിന് പറയാനായിട്ടുള്ളത് എന്നുള്ളൂ, നിന്റെ ഇഷ്ടത്തിന് നീ പടകിനെ ചലിപ്പിച്ചില്ലേ, ഇനി എന്റെ കരത്തിലേക്ക് നിന്റെ പടകിനെ താ, എന്റെ ഹൃദയത്തിന്റെ ഇഷ്ടപ്രകാരം നിന്റെ പടകിനെ വിട്. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ജീവിതത്തിനകത്ത് ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണോ? എന്തെല്ലാം ചെയ്തിട്ടും ഒരു നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ പരാജയപ്പെട്ടതിന്റെ നടുവിൽ, ശൂന്യത ആക്കപ്പെട്ടതിന്റെ നടുവിൽ കൂടിയാണോ കടന്നു പോകുന്നത്? ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതമാകുന്ന പടകിലേക്ക് എന്റെ കർത്താവ് കയറുവാൻ ഒരുങ്ങി നിൽക്കുമ്പോ ആ കർത്താവിന് നിന്റെ പടകിലേക്ക് കയറി ഇരിക്കുവാൻ ആവശ്യമായി നീ നിന്റെ പടകിനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായ, കർത്താവിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നിന്റെ പടകിനെ ഒന്ന് ചലിപ്പിക്കുവാൻ തയ്യാറായ, നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അവിടെ ഇരുന്ന് ജനത്തെ ഉപദേശിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ട് യേശു കർത്താവ് ചെയ്ത ഒരു കാര്യമുണ്ട്. സംസാരിച്ച് തീർന്നപ്പോ അവൻ ശീമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയ മക്കളെ, അവിടെ കർത്താവ് യേശു കർത്താവ് ശീമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവേൻ. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് പത്രോസ് കടന്നു പോകുന്നെന്ന് അറിയുന്ന ഒരു യേശു കർത്താവ്. ഒരിക്കലും അതിന്റെ തൊട്ടുഭാഗത്ത് മുമ്പേ ഒന്നും പറയുന്നില്ല, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചെന്നോ പടക് ശൂന്യമായെന്നോ ഒന്നും പറയുന്നില്ല. അവർ പടക് കഴുകിയിട്ട് എന്ത് ചെയ്തു, വല കഴുകിയിട്ട് ഭവനത്തിലേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നവരാ. പക്ഷെ ഞാൻ പറയട്ടെ, പത്രോസിന്റെ ആഴങ്ങളെ അറിഞ്ഞതായ കർത്താവ്, പ്രിയ ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന സാഹചര്യം, നിന്റെ കരം ശൂന്യമാണെന്ന്, നിന്റെ പേഴ്സ് ശൂന്യമാണെന്ന്, നിന്റെ ജീവിതത്തിനകത്ത് എവിടേക്കെയോ ശൂന്യത അനുഭവിക്കുന്നെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. നീ എത്ര മൂടി വയ്ക്കുവാൻ നോക്കിക്കഴിഞ്ഞാല്, നീ പുറത്ത് ആരെ അറിയിക്കാതെ നടന്നു കഴിഞ്ഞാല്, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. ലോകം അറിയണ്ടെന്ന് വിചാരിച്ച്, കൂടെ ഉള്ളവർ അറിയണ്ടെന്ന് വിചാരിച്ച് പുറം ഓടിപ്പോലെ നീ നടക്കുമ്പോഴും നിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ചില ശൂന്യതയുടെ മണ്ഡലങ്ങളെ തിരിച്ചറിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നമുക്കുള്ളത്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് നിന്റെ സാഹചര്യത്തെ നന്നായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞത്, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊരിയ വിചാരം നിമിത്തമുള്ള അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടതായ ദൈവം, അവരുടെ കണ്ണുനീറിനെ കണ്ടതായ ദൈവം. പ്രിയ ദൈവ പൈതലെ, നിന്റെ ശൂന്യതയുടെ മധ്യത്തെ നീ സങ്കടപ്പെടുന്നതും ഞരങ്ങുന്നതും കണ്ണുനീർ വീഴ്ത്തുന്നതും കാണുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്ര. ആ കർത്താവ് കണ്ടിട്ടാണ് നിന്റെ പടകിലേക്ക് വരുന്ന. കാരണം നിന്റെ ശൂന്യത മാറ്റുവാൻ കർത്താവിന് കഴിയും. നീ ശൂന്യത മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതേ സ്തോത്രം. കഴിഞ്ഞ 3 മാസമായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ചില ശൂന്യത അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നീ ഒത്തിരി അധ്വാനിക്കുന്നുണ്ടായിരിക്കാം, നീ ഒത്തിരി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പല വഴികൾ തേടുന്നുണ്ടായിരിക്കാം. പക്ഷെ എവിടെയൊക്കെ കടന്നു പോയിട്ട് ജീവിതത്തിനകത്ത് ഒരു ശൂന്യത മാത്രമായിട്ട് നീ മുന്നോട്ട് പോകുമ്പോ ആ ശൂന്യതയെ മാറ്റുവാനായിട്ട് യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഈ പകൽക്കാലം കടന്നു വരിക. നിന്റെ പടകിനെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് കർത്താവിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ആ പടകിനെ ചലിപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ യേശു കർത്താവ് ആ പടകിൽ ഇരുന്നിട്ട് പറയാ, മകനെ, നിന്നെ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഞാൻ. ആ പടക് നിറയ്ക്കേണ്ടതിനായിട്ട് എന്റെ വാക്കിലേക്ക് നീ ഒന്ന് ഇറക്ക് എന്ന്. ഹല്ലേലൂയ. ഇവിടെ ശീമോൻ പറഞ്ഞില്ല എങ്കിലും ആ ശീമോന്റെ ശൂന്യത അറിഞ്ഞ ഒരു കർത്താവ് ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ ശൂന്യത അറിയുന്ന, നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ ശൂന്യതയുടെ നടുവിലും ചിരിച്ച മുഖത്തോടായിരിക്കും നീ മറ്റുള്ളവരുടെ മുമ്പാകായിരിക്കുന്നത്. പക്ഷെ നീ എവിടെയാണ് ശൂന്യത അനുഭവിക്കുന്നതെന്ന്, ഹല്ലേലൂയ, എവിടെയാണ് ആ കർത്താവിന്റെ നിറവ് വെളിപ്പെട്ടു വരേണ്ടതെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ കർത്താവ് ഈ പകൽക്കാലം നിന്റെ ജീവിതം
ജീവിതത്തിലേക്ക് കടന്നു വന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. സംസാരിച്ച് തീർന്നപ്പോ ശീമോനോട് പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ. ഹല്ലേലൂയ. മീൻ പിടിച്ച് തീർന്നിട്ട് വല കഴുകി പോകാൻ നിൽക്കുന്ന ശീമോന, പക്ഷേ അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, നീ ശൂന്യതയായിട്ട് ഭവനത്തിലേക്ക് കടന്നു പോകണ്ട, നീ വെറും കൈയായിട്ട് ഭവനത്തിലേക്ക് കടന്നു പോണ്ട, നീ നിരാശനായിട്ട് കടന്നു പോകണ്ട, നിന്റെ പടകിനെ ഞാൻ നിറയ്ക്കാം. ഈ പകൽക്കാലം ചിലരുടെ പടകുകളെ കർത്താവ് നിറയ്ക്കാൻ പോക്കിയ, അയ്യോ ഞാൻ ഇത്രയൊക്കെയും ചെയ്തിട്ട് ഒന്നും ലഭിച്ചില്ലല്ലോ, എന്റെ പടക് ശൂന്യമായിരിക്കുന്നല്ലോ എന്ന് പറയുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, കർത്താവ് നിന്നെ വെറും കൈയായിട്ട് വിടുകയല്ല. നീ ശൂന്യതയോട് കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് പടകിനെ വിട്ടുകൊടുത്ത ആ പടകിനെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. കാരണം ആ പടകിലേക്ക് കയറിയത് എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന കർത്താവത്രേ. ആ കർത്താവ് ആ പടകിലേക്ക് കയറിയ അത് നിറയുവാനായിട്ടിടയായിത്തീര, ആ നിറവ് അതിലേക്ക് വ്യാപരിക്കുവാനായിട്ടിടയായിത്തീര, ആ നിറവ് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും വെളിപ്പെടുവാനായിട്ടിടയത്തീര, ആ നിറവ് നിന്നിലേക്ക് വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരുമ്പോ നീ ശൂന്യമാക്കപ്പെട്ട മേഖലയ്ക്കകത്ത് അത് വെളിപ്പെട്ടു വരുവാനായിട്ടിടയത്തീര, നിന്റെ ശൂന്യതകൾ മാറുവാനായിട്ടിടയത്തീര, നിങ്ങളുടെ പരാജയങ്ങൾ മാറുവാനായിട്ടിടയത്തീര, നിങ്ങളുടെ ഇല്ലായ്മകൾ മാറുവാനായിട്ടിടയത്തീരും. ഹല്ലേലൂയ. അവിടെ യേശു കർത്താവിനോട് ശീമോൻ പറയുവാനായിട്ടിടയത്തീർന്നു. ഹല്ലേലൂയ. അതിന് ശീമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ശീമോൻ പത്രോസ് പറയുന്നത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. പക്ഷേ പറയുന്നതിന് മുമ്പേ നീ കടന്നു പോകുന്ന സാഹചര്യത്തെ നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നീ പറയുന്നില്ലേ, നിന്റെ സാഹചര്യം ആരും അറിയുന്നില്ല, ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ അറിയുന്നില്ല, എങ്ങനെ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണമെന്നറിയില്ല, ശൂന്യമാക്കപ്പെട്ടവനായിട്ട് കടന്നു പോകുമോ എന്ന ചിന്ത നിന്നെ അലട്ടും പോലും. ഈ പകൽക്കാലത്ത് പറയട്ടെ, യേശു കർത്താവ് അറിയുന്നുണ്ട് നീ ശൂന്യമാക്കപ്പെട്ടവനായിട്ട്, ഹല്ലേലൂയ, പരാജയപ്പെട്ട രാത്രികളായിട്ട് നീ കടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. എന്റെ യേശു കർത്താവ് നിറയ്ക്കുന്ന കർത്താവ് അത്രേ. ഹല്ലേലൂയ. അവിടെ ശീമോൻ പറഞ്ഞു, നാഥാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, പക്ഷെ എന്ത് ചെയ്തു, ഒന്നും കിട്ടിയില്ല. അപ്പോഴാ തന്റെ ശൂന്യത യേശു കർത്താവിനോട് പറഞ്ഞത്. പക്ഷേ ആ ശൂന്യതയെ കണ്ടിട്ട കർത്താവ് ശീമോന്റെ പടകിലേക്ക് കയറിയത്. നിന്റെ ശൂന്യത കണ്ടുകൊണ്ട, നിന്റെ ഇല്ലായ്മ കണ്ടുകൊണ്ട, നിന്റെ പരാജയത്തെ കണ്ടുകൊണ്ട, നിന്റെ പോരായ്മയെ കണ്ടിട്ട നിന്നെ ഒന്ന് മാനിക്കുവാൻ, നിന്നെ നിറയ്ക്കുവാൻ, നിന്നെ ഉയർത്തുവാനാ കർത്താവ് നിന്റെ പടകിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ലൈവിലായിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, നീ ശൂന്യത അനുഭവിക്കുമ്പോ ആ ശൂന്യത മനസ്സിലാക്കിയിട്ടാ കർത്താവ് നിന്റെ പടകിലേക്ക് അടുത്തു വരുന്നത്. കർത്താവ് പറയുന്നു, നിന്റെ പടകിനെ എനിക്കൊന്ന് വിട്ടുതാ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ പടകിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ? കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ പടകിനെ ഒന്ന് ചലിപ്പിക്കുവാനായിട്ട് നിനക്ക് തയ്യാറാകുന്നുവെക്ക് ആ പടകിൽ ഇരുന്നു കൊണ്ട് കർത്താവ് പറയും, ഹല്ലേലൂയ, നീ മീൻപിടുത്തത്തിന് വേണ്ടി ആഴത്തിലേക്ക് ഒന്ന് വല ഇറക്ക്. സ്തോത്ര. ആഴത്തിൽ നിനക്കുള്ളത് ആരുടെയും കണ്ണിൽ കാണാത്ത, ആരുടെയും വലയിൽ അകപ്പെടാത്ത, ആരുടെയും ജീവിതത്തിൽ അനുഭവിക്കാത്ത ചിലത് പ്രിയ ദൈവ പൈതലേ, പടക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു നിറവ് വെളിപ്പെടേണ്ടതിനായിട്ട് കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. കർത്താവ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ വഴി തുറക്കുന്ന കർത്താവ് നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ, ഹല്ലേലൂയ, നിനക്ക് ആവശ്യമുള്ളതിനെ അവിടെ നിറച്ചു വച്ചിട്ടുണ്ട്. ആ കർത്താവ് നിന്റെ പടകിൽ കയറി കഴിഞ്ഞാ നിറയ്ക്കാത്തത് നിറയുവാനായിട്ട് ഇടയായിത്തീര. അതേ സ്തോത്രം, കയറാത്തത് നിന്റെ പടകിൽ കയറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം ഈ പകൽക്കാലം ചില ശൂന്യതകളെ മാറ്റുന്ന പകൽക്കാലം അത്രേ, ചില പരാജയത്തിന്റെ അനുഭവങ്ങളെ മാറ്റുന്ന പകൽക്കാലം അത്രേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ എത്ര അധ്വാനിച്ചിട്ട്, നീ എത്ര ശ്രമിച്ചിട്ട്, നിന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും നിന്റെ ആരോഗ്യവും നിന്റെ സമയമൊക്കെയും നീ ഉപയോഗിച്ചിട്ട് ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണോ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ നിറവ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്തേക്ക് വെളിപ്പെടുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ.
ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിനകത്തുണ്ട്. സ്തോത്രം. നിന്റെ ശൂന്യത, ഹല്ലേലൂയ, ജീവിതത്തിൽ കടന്നു വന്ന ചില ശൂന്യത നിറയ്ക്കുന്നതിന് വേണ്ടി എത്രേ, കർത്താവിന്റെ നിറവ് അതിനകത്ത് വെളിപ്പെടുന്നതിന് വേണ്ടി എത്രേ. സ്തോത്രം. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, എന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. തന്റെ നിസ്സഹായതയുടെ വാക്കുകൾ അവിടെ പറയുവാനായിട്ടിടയെ തീർന്നു. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അതാ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ വാക്കിനല്ല, നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നതനുസരിച്ചല്ല, കർത്താവിന്റെ വാക്കിന്, ഹല്ലേലൂയ, ആര് ചലിക്കുവാൻ തയ്യാറാക്കുന്നുവോ, ആര് പ്രവർത്തിക്കുവാൻ തയ്യാറാക്കുന്നുവോ, ആര് മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുന്നുവോ, അവരുടെ പടകിനെ കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ പകൽക്കാല നമ്മുടെ ഇഷ്ടത്തിന് മറ്റുള്ള വാക്കനുസരിച്ചൊക്കെ നമ്മൾ ഒത്തിരി ശ്രമിച്ചില്ലേ? പക്ഷെ ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ഈ പകൽക്കാലം പറയട്ടെ, കർത്താവിന്റെ വാക്കിനൊന്ന് വലയിറക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ശിമോൻ പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന്. കാരണം എന്താ? കർത്താവിന്റെ വാക്കിനകത്തൊരു നിറവുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കിനകത്ത് നിന്റെ പടകിൽ കയറാത്തത് കയറും. കർത്താവിന്റെ വാക്കിനകത്ത് ശൂന്യതകൾ മാറപ്പെടും. കർത്താവിന്റെ വാക്കിനകത്ത് പരാജയങ്ങൾ മാറുവാനായിട്ടിടയെത്തിരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് സകലതും ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉളവായി വന്നുവെങ്കിൽ ആ വാക്കിന്റെ മുമ്പാകെ നിന്റെ ജീവിതത്തെ ശൂന്യതകൾ മാറ്റുവാനായിട്ടുള്ളതുണ്ട്. ഹല്ലേലൂയ. മാനുഷിക ബുദ്ധി കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാത്തത്, എക്സ്പീരിയൻസ് കൊണ്ട് നടക്കാൻ കഴിയാത്തത് ചിലത് ഈ പകൽക്കാലം കർത്താവിന്റെ വാക്കിനകത്ത് നിന്റെ പടകിൽ വന്ന് കയറാൻ പോക്കിയ കരുതുന്ന കർത്താവിന്റെ കരം. ഹല്ലേലൂയ. നീ എത്ര ശ്രമിച്ചിട്ട് നിന്റെ ശൂന്യത മാറപ്പെടാത്ത വിഷയത്തിനകത്തേക്ക് എന്റെ കർത്താവിന്റെ വാക്കിന്റെ മുമ്പേ ചിലത് നിറയാൻ പോകിയ, ചില ശൂന്യതകൾ മാറാൻ പോകിയ, ചില പരാജയത്തിന്റെ അനുഭവങ്ങളെ മാറ്റാൻ പോകിയ. സ്തോത്ര. യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ. നീ പരാജയപ്പെട്ട് ശൂന്യമാക്കപ്പെട്ട് ഒന്നുമില്ലാത്തവനായി നീ ചില ഇടങ്ങളിൽ നിന്ന് കടത്തി നിന്നെ വിടുമെന്ന് ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ടിടയായി തീരുമ്പോ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, നിന്റെ പടകിനെ നിറയ്ക്കുന്ന കർത്താവ് ഇന്ന് നിന്റെ പടകിനകത്തേക്ക് കയറുകയാ. സ്തോത്ര. ആ കർത്താവ് നിന്റെ പടകിനകത്ത് കയറിയ ഒരു നിറവ് വെളിപ്പെടും. കാരണം എന്താ? ക്രിസ്തുവിന്റെ നിറവ് നിറഞ്ഞു വരുവാൻ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചത്. ആ നിറവ് ഏതെങ്കിലും ഒരു മേഖലയ്ക്കകത്തല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും ആ നിറവ് വെളിപ്പെടുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാ പൗലോസ് പ്രാർത്ഥിച്ചത്. അങ്ങനെയെങ്കിൽ ആ ഒരു നിറവ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തും ഇന്നു മുതൽ ചലിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ എങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് ആഴത്തിലേക്ക് നീക്കി. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്, ആ ക്രിസ്തുവിലേക്ക് നീ ഒന്ന് വേരൂന്നുവാൻ തയ്യാറായ യേശുവിന്റെ നാമത്തിൽ അതിനകത്തുനിന്ന് ജീവൻ നിന്നിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. അവിടെ പരിമിതികൾ മാറും. ഹല്ലേലൂയ. അവിടെ കുറവുകൾ നികലുവാനുവാനിട്ടിടയത്തിലും നിന്റെ കണ്ണ് കൊണ്ട് കാണാത്തത് ചിലത് നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരുവാനായിട്ടിടയത്തിലും ആഴത്തി കിടക്കുന്ന ചിലത്, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാനായിട്ടിടയത്തിലും നീ എത്ര പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ചില ആഴത്തി കിടക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ, ചില വാക്തത്വങ്ങൾ, പ്രിയ ദൈവ പൈതലേ, കർത്താവിന്റെ മുമ്പിൽ നീ വാക്കിന് വില ഇറക്കി കഴിയുമ്പോ അത് നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുവാനായിട്ടിടയത്തിലും യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം മുതൽ ശൂന്യതകൾ മാറ്റപ്പെടുന്ന പകൽക്കാലം അത്ര ഒരു നിറവ് വ്യാപരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവിടെ കാണുന്നു. അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് രണ്ടു മുക്കുവോളം മുങ്ങുമാറാവോളം നിറച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു.
പ്രിയ ദൈവവേദലേ, നിന്റെ ജീവിതത്തിനകത്തൊരു നിറവ് വന്ന നിന്റെ കൂടെയുള്ളവർക്കും ആ നിറവ് വ്യാപരിക്കും. സ്തോത്രം. ഈ പൽക്കാലം എത്ര പേര് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നാം പറയല്ലേ, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടല്ലേ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാം, എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറിയിട്ടല്ലേ മറ്റുള്ളവരെ സഹായിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ നിറവ് നിന്റെ ജീവിതത്തിനകത്ത് വന്ന, ഓ ഹല്ലേലൂയ, നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന, നിന്റെ വരവ് കാത്തിരിക്കുന്ന ചില ചെറു പടകുകളുണ്ട്. ആ പടകിലേക്ക് കൂടെ നിന്റെ നിറവ് വ്യാപരിക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഒന്ന് ആഗ്രഹിക്കാമോ, അപ്പൊ ആ ഒരു നിറവ് എന്നിൽ വെളിപ്പെടണമേ എന്ന്. സ്തോത്രം. അതേ, ഹല്ലേലൂയ. കാരണം എന്താ? പെട്ടെന്ന് കടന്നു വന്ന ശൂന്യത എന്താ? നിന്നെ ഒന്ന് നിറയ്ക്കുന്നതിനാ. കാരണം കർത്താവിന് ആഗ്രഹമുണ്ട് നിന്നെ കൂടി ചിലത് കൂടെ നിറയ്ക്കണമെന്ന്. ഹല്ലേലൂയ. നിന്നെ കൂടി ചിലർ കൂടെ നിറവ് പ്രാപിക്കണമെന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിറവ്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ നിറവ്, ഹല്ലേലൂയ, നിന്റെ ആത്മീയ മേഖലയ്ക്കകത്തുള്ളൊരു നിറവ്, ഹല്ലേലൂയ, നിന്നിൽ മാത്രമല്ല നിന്നിൽ നിന്നും മറ്റുള്ള ഒന്നിലേക്ക് പകരത്തക്ക രീതിയിൽ ഒരു നിറവ്. ഹല്ലേലൂയ. അതായത് നിന്റെ പേഴ്സ് സാമ്പത്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേഴ്സ് നിറഞ്ഞ്, ഹല്ലേലൂയ, അതിന് മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ നിന്റെ ആത്മീയ മേഖലയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു നിറവ്, അത് നിന്നോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കത്തക്ക രീതിയിലുള്ള ഒരു നിറവ്. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകൾ മാറും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ശൂന്യതകൾ മാറ്റപ്പെടുന്ന പകൽക്കാലം എന്ന്? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ മാറ്റപ്പെട്ട മറ്റു പടകുകൾ നിറയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പടകിന്റെ ശൂന്യത മാറിയ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ മാറിയ, ചിലതിന്റെ പരാജയങ്ങൾ മാറും, ചിലതിന്റെ ശൂന്യതകൾ മാറും. നിന്റെ നിറവ് അവരെ കൂടെ നിറയ്ക്കുവാൻ, ഹല്ലേലൂയ, അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. മറ്റു 2 പടക് മുങ്ങും മാറുവോളം, ഹല്ലേലൂയ, അവർക്ക് അല്പമായിട്ട് കൊടുക്കുമെന്നല്ല കാണാൻ സാധിക്കുന്നത്, അവർക്കും തൃപ്തി പ്രാപിക്കത്തക്ക രീതിയിൽ, അവർക്കും വേണം അത് അനുഭവിക്കത്തക്ക രീതിയിൽ നിന്റെ നിറവ് അവരിലേക്ക് വെളിപ്പെടുമ്പോ അവരുടെ ജീവിതത്തിനകത്തൊരു നിറവ് വെളിപ്പെടാ. നിന്റെ ശൂന്യത മാറപ്പെടുമ്പോ അവരുടെ ജീവിതത്തിലെ ശൂന്യതകൾ മാറപ്പെടത്തക്ക രീതിയിൽ ഒരു നിറവ്, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം മുതൽ ചലിക്കാൻ പോകുക. അങ്ങനെ പ്രിയ ദൈവപൈതലേ, ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, സ്തോത്ര, ശൂന്യതകൾ മാറും. ഹല്ലേലൂയ. കാരണം എന്താ? നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാല ജീവിതത്തിൽ ഒത്തിരി അധ്വാനിച്ചവരായിരിക്കാം, ഒത്തിരി പരിശ്രമിച്ചവരായിരിക്കും, രാത്രി മുഴുവനും ഉറക്കമെളിപ്പിച്ചും ഓവർ ടൈം ചെയ്തും പലതും ചെയ്തിട്ടും ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് ശൂന്യത മാറപ്പെടാതെ എന്തോ ഒരു ശൂന്യത ജീവിതത്തിനകത്ത് പറയാറില്ലേ, എന്റെ ആത്മീയത്തിനകത്ത് ഒരു ശൂന്യത അനുഭവിക്കുന്നു, എന്റെ ഫിനാൻഷ്യൽ മേഖല നമുക്ക് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ എവിടെയോ ഒരു ശൂന്യത മാസത്തിന്റെ അവസാനമാകുമ്പോ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, കർത്താവ് നിന്റെ പടകിനകത്ത് ഈ പകൽക്കാലം കയറുകയാ. നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന കർത്താവ് നിന്റെ പടകിനകത്ത് കയറിയ കർത്തവാദ്യം പറയും, നിന്റെ പടകൊന്ന് അല്പം മുന്നോട്ട് നീക്കുക. കാരണം എന്താ? ആ നിറവ് നിന്നിൽ വ്യാപരിക്കുന്നതിന് തടസ്സമായി നീ അക്കരയായിരിക്കും നിൽക്കുന്ന, നീ സ്തോത്രം പുറത്തായിരിക്കും നിൽക്കുന്ന കരയ്ക്ക്. ആ കരയിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ആ നിറവ് പ്രാപിക്കാൻ കഴിയില്ല. ആ ക്രിസ്തുവിലേക്ക് നീ ഒന്ന് ഇറങ്ങണ, ക്രിസ്തുവാകുന്ന വചനത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങുവാനായിട്ട് ഇടയത്തിരുമ്പോ ആ ക്രിസ്തുവിന്റെ ജീവൻ നിന്നിലേക്ക് വ്യാപരിക്കുക, ആ ക്രിസ്തുവിന്റെ വാക്കിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പിന്നെ പുറമേയുള്ള നമ്മുടെ കഴിവുകളെ നാം മാറ്റിവെക്കുക, പുറമേയുള്ള നമ്മുടെ എക്സ്പീരിയൻസുകളെ, നമ്മുടെ യോഗ്യതകളൊക്കെ നാം മാറ്റിവെച്ചിട്ട് ആ കർത്താവിലേക്ക് മാത്രം നമ്മുടെ നോട്ടത്തെ ഫോക്കസ് ചെയ്യുവാനായിട്ട് ഇടയത്തിരുമ്പോ കർത്താവിനെ നിന്റെ പടകിൽ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. കർത്താവ് നിന്റെ പടകിനകത്തേക്ക് ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അവിടെ ആ ദൈവത്തിൽ കർത്താവിലുള്ള നിറവ് നിന്റെ പടകിലേക്ക് ഓട്ടോമാറ്റിക്കലി ചലിക്കും. അപ്പോൾ യേശു കർത്താവ് പറയും, നിന്റെ പടക് ആഴത്തിലേക്ക് ഒന്ന് ഇറക്ക്, മീൻപിടുത്തത്തിനൊന്ന് ഇറക്ക്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നീ ശൂന്യതയാണെന്ന് പറയാതെ നിന്റെ ശൂന്യതയെ മനസ്സിലാക്കിയിട്ടാ കർത്താവ് നിന്റെ പടകിനകത്തേക്ക് കടന്നു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
അതിനുശേഷം പത്രോസ് പറഞ്ഞത്, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച് പടക് ശൂന്യമാ. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നീ കടന്നു പോകുന്ന സാഹചര്യം എന്തെന്ന് നന്നായിട്ട് അറിയുന്നു. ഒരു മനുഷ്യനും നിന്റെ സാഹചര്യം അറിയത്തില്ലായിരിക്കാം, കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തെന്ന് അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ചില ശൂന്യതകളെ കണ്ടിട്ട് എന്റെ കർത്താവ് ഒന്ന് നിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്, നിന്റെ പടകിലേക്ക് കർത്താവ് കയറുന്നത്. ആ കർത്താവിനെ ഒന്ന് സ്വീകരിക്കാമോ? ഹല്ലേലൂയ. കർത്താവിനെ ഇന്ന് സ്വീകരിക്കാമോ? കർത്താവ് നിന്റെ പടകിൽ ഇരിക്കേണ്ടതിനായിട്ട് നിന്റെ പടകിനെ ഒന്ന് കർത്താവിനേക്ക് വിട്ടുകൊടുക്കാമോ? സ്തോത്രം. കർത്താവ് നിറയ്ക്കും. കാരണം പടകിൽ കയറിയത്, ഹല്ലേലൂയ, ശൂന്യമാക്കപ്പെട്ട ഒരാളല്ല, നിറഞ്ഞ കർത്താവ് അത്രേ. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ നിറവ് നിറഞ്ഞു വരും ഈ പകൽക്കാലം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കാര്യം ഈ പൽക്കാലം ചലിക്കുവാനായിട്ടിടയത്തിനും. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയ്ക്കകത്ത് നിങ്ങൾ ശൂന്യമാക്കപ്പെട്ട അനുഭവമാണെങ്കിൽ ആ ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കില്ല. കാരണം പത്രോസ് ആ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. വല കൈകി ഭവനത്തിലേക്ക് കടന്നു പോയിരിക്കുമ്പോ ആ പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട്, നിരാശപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട്, ഒന്നും ലഭിച്ചില്ല എന്ന് മറ്റുള്ളവർ ചെന്ന് പറയുവാൻ ഇടയാക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിന്റെ കരുതൽ അവിടെ വെളിപ്പെട്ടു. കർത്താവിന്റെ കരം അവിടെ ചലിച്ചു. കർത്താവിന്റെ നിറവ് ആ പടകിലേക്ക് വെളിപ്പെട്ടു. അങ്ങനെ ഞാൻ പറയട്ടെ, നീ തല താഴ്ത്തി, ഹല്ലേലൂയ, നീ വെറുതെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മാനിക്കുവാൻ, നിന്നെ കണ്ടതായ ഒരു കർത്താവ്, ഹല്ലേലൂയ, നീ ഇരിക്കുന്നത് നിന്റെ മനസ്സിന്റെ ആകുലതകൾ കാണുന്ന കർത്താവ്. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നിന്റെ പടകിലേക്ക് അടുത്തു വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പടകിനെ എനിക്കൊന്ന് വിട്ടതാ, എന്റെ ഇഷ്ടത്തിന് ഒന്ന് ചലിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ചോദിക്കുമ്പോ ആ പടകിനെ ഒന്ന് കർത്താവിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ പകൽക്കാലം നിന്റെ ശൂന്യതകൾ മാറും. ഹല്ലേലൂയ. നിന്റെ ശൂന്യതകളെ അകത്ത് നിറവ് വെളിപ്പെടാ. ആ ശൂന്യതയ്ക്കകത്തേക്ക് ആ നിറവ് വെളിപ്പെടുമ്പോ നിന്റെ ഇല്ലായ്മകൾ മാറും. ഹല്ലേലൂയ. നിന്റെ കുറവുകൾ പരിഹരിക്കപ്പെടുവാനായിട്ടിടയത്തില്ല. ആ നിറവ്, സ്തോത്ര, മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി നോക്കിക്കൊള്ളാം. ആ പടക് ശൂന്യമാണ്. പക്ഷേ അവിടെ യേശു കർത്താവ് കടന്നു വന്നപ്പോ നമുക്ക് കണ്ട ഒരു കാര്യം, ആ പത്രോസിന്റെ പടക് മാത്രം നിറയുകയല്ല, മറ്റ് ചെറു പടകുകളെ കൂടി മൂങ്ങുമാറോളം നിറയ്ക്കുന്ന ഒരു കർത്താവിന്റെ നിറവ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം നിറയ്ക്കുകയല്ല, നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളതിനെ കൂടി നിറയ്ക്കുവാൻ, ഹല്ലേലൂയ, ഒരു നിറവ് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. 2025 ഈ ഏപ്രിൽ മാസത്തിനകത്ത് ഒരു കർത്താവിന്റെ നിറവ് നിന്റെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്തേക്ക് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. ശൂന്യതകൾ അകന്നു മാറുന്ന പകൽക്കാലം അത്രേ. അതേ, നീ അധ്വാനിച്ചിട്ട് പാഴായി പോയ രാത്രികൾ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റപ്പെടുന്ന പകൽക്കാലം അത്രേ. കാരണം എന്താ? സ്തോത്ര, നിറയ്ക്കുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ശത്രു നിന്നോട് പറഞ്ഞിരിക്കാം, നീ പരാജയമാണ്, നിനക്കൊന്നും ലഭിക്കത്തില്ല, നീ ശൂന്യമാക്കപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ നീ തലകുനിച്ച് അതിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടയാക്കാത്തവണ്ണ നിന്നെ നിറയ്ക്കുകയും നിന്റെ നിറവ് മറ്റുള്ളവർക്ക് കൂടെ നിറച്ചു കൊടുക്കത്തക്ക രീതിയിൽ മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഇരിക്കുവാനായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പടകിനെ അങ്ങൊന്ന് വിട്ടുകൊടുത്താൽ മതി. കർത്താവിന്റെ ഹൃദയത്തിനനുസരിച്ച് നമ്മുടെ പടകിനെ ഒന്ന് ചലിപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് നിറയ്ക്കും. കാരണം എന്താ? ആരാ നിന്റെ പടകിലിരിക്കുന്നത്? നിറയ്ക്കുന്ന, നിറവായിരിക്കുന്ന യേശു കർത്താവ് അത്രേ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം, ഹല്ലേലൂയ, കർത്താവുമായി നീ യാത്ര മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ശൂന്യതകൾ മാറപ്പെടും, നിനക്കൊരു നിറവ് വെളിപ്പെടും, നിന്റെ പരാജയങ്ങൾ മാറുവാനായിട്ടിടയത്തില്ല. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ ശൂന്യതയ്ക്കകത്ത് യേശു കർത്താവിന്റെ നിറവ് വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാത്രി അധ്വാനിച്ചിട്ടും പകൽ അധ്വാനിച്ചിട്ടും ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന കർത്താവിന്റെ നിറവ് തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അവരുടെ എല്ലാ മേഖലയ്ക്കകത്തും, അവരുടെ ആത്മീയ മേഖലയ്ക്കകത്ത്, അവരുടെ ശാരീരിക, മാനസിക, ഭൗതിക മേഖലയ്ക്കകത്തേക്ക് ആ ക്രിസ്തുവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ശൂന്യതകൾ
മാറട്ടെ കർത്താവേ. പരാജയങ്ങൾ മാറട്ടെ. ഇവരിലുള്ള നിറവ് മറ്റുള്ളവരെ കൂടി നിറയ്ക്കത്തക്ക രീതി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കർത്താവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. ശൂന്യതകൾ മാറട്ടെ, പരാജയത്തിന്റെ അനുഭവങ്ങൾ മാറട്ടെ, ഇല്ലായ്മയുടെ അനുഭവങ്ങൾ മാറട്ടെ കർത്താവേ. എവിടെയാണ് ശൂന്യമാക്കപ്പെട്ടത് അവിടെ ക്രിസ്തുവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മഹത്വം അങ്ങേയ്ക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.